ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് അൺബോക്സിങ് ചെയ്യാനും പരിചയപ്പെടാനും പോകും നമ്മുടെ സോണിയുടെ A6400 എന്ന് പറഞ്ഞാൽ പുതിയ മോഡലാണിത്. A006400 K എന്ന് പറഞ്ഞൊരു മോഡലാണ്. നമുക്കിപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ലേറ്റസ്റ്റ് വരുന്ന സോണി ക്യാമറാസിലെല്ലാത്തിലും നമുക്ക് 3 കൊല്ലം വാറണ്ടി ഉണ്ട്. നമുക്കതും ഈ സാധനത്തിൽ തന്നെ കിട്ടും. 64 GB മെമ്മറി കാർഡ് നമുക്ക് ഇതിൽ ഇൻബിൽഡായിട്ട് കിട്ടും. നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും, ഞാൻ കാനോണിൻ്റെ R50 ഉപയോഗിക്കുന്നുണ്ട്, നമ്മുടെ സോണിയുടെ ZV-E10 ഉപയോഗിക്കുന്നുണ്ട്. ZV-E10 ഞാൻ ഓൾമോസ്റ്റ് 2 കൊല്ലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയ മെമ്മറി കാർഡായിരുന്നു ഈ സാധനം. ഇതേ സെയിം സാധനം തന്നെയായിരിക്കും ഇതിൽ വരാൻ പോകുന്നത്. ഇത് ഞാൻ ആക്ച്വലി ആമസോൺ ത്രൂ ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആമസോണിൻ്റെ മെസ്സേജും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കൂടെ കാണിച്ചു തരാം. അപ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ എന്താ പറയുക, ഡെലിവേർഡ് മെസ്സേജും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഇപ്പോൾ ഡെലിവറി ആയിട്ടുള്ളൂ. ഞാൻ ഇതുപോലെ ക്യാമറാസ് എല്ലാ സാധനവും ഞാൻ മിക്കൊരു 99% ആമസോൺ ത്രൂ വാങ്ങിക്കാൻ കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ ഷോപ്പിൽ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ടും കുറച്ച് നല്ല ഡീലാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. ഇത് നമ്മുടെ ഇൻബിൽഡ് കിറ്റ് ലെൻസ് കൂടിയിട്ട് വരുന്നത് 16 to 50 mm കിറ്റ് ലെൻസ് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് വേർഷൻ 2 ആണ് കേട്ടോ. ഞാൻ എൻ്റെ ZV-E10 കാണിച്ചു തരാം. അപ്പോൾ അതിലുള്ളതെന്ന് വേർഷൻ 1 ആണ്. ഞാൻ ആദ്യം വിചാരിച്ചു ബോഡി മാത്രം വാങ്ങിച്ചാൽ മതി എന്ന് വിചാരിച്ചു. ഇതാണ് എന്താ പറയുക ZV-E10. അപ്പോൾ ഈ ഇതിൽ നമുക്ക് വരുന്നത് ഇത് വേർഷൻ 1 ആണ്. അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സോഫ്റ്റ്വെയറും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ 2025 ഒരു സോണിയുടെ ഞാൻ മെയിനായിട്ട് 6600 ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ പിന്നെ അതിൽ ഫ്ലാഷ് ഇല്ല. എനിക്ക് ഫ്ലാഷ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 6600 6700 ഒന്നും വാങ്ങിക്കാണ്ടിരുന്നത്. അവരത് എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്താണ് സംഭവം എനിക്ക് മനസ്സിലായില്ല. അല്ലെങ്കിൽ ഞാൻ 6700 6600 വാങ്ങിച്ചാൽ എന്താ വെച്ചാൽ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. 6700 പ്രൈസ് ഡിഫറൻസ് ഉണ്ട്, അല്ലാത്ത പക്ഷം ഒക്കെ കണക്ക് തന്നെയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ബോക്സ് വരുന്നത്. അത് കിറ്റ് ലെൻസ് കൂടെ ചെറിയ ബോക്സാണ് കേട്ടോ, ഭയങ്കര ചെറിയ ബോക്സാണ്. സീൽഡ് പാക്കേജ് തന്നെയാണ്. ബ്ലൂടൂത്ത് കാര്യങ്ങളൊക്കെ വരുന്നത് കറിയിരിക്കും. ഇതിൻ്റെ ഞാൻ മാനുഫാക്ചറിങ് ഡേറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നമുക്ക് ഇതിൽ വരുന്നത് 24.2 മെഗാ പിക്സലിൻ്റെ സെൻസറാണ് വരുന്നത്. അത് നമുക്ക് 6600 സെയിം തന്നെയാണ് കേട്ടോ, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. അതാകെ മാറിക്കുന്നത് ഇപ്പോൾ നമ്മുടെ എന്താ പറയുക, കുറേ കാലമായിട്ട് ഇപ്പോൾ മാറിക്കുന്നത് നമ്മുടെ 6700 ഇപ്പോൾ മാറിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് അൺബോക്സിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് സോണിയുടെ ഒരു ബാഗ് കിട്ടിയിട്ടുണ്ട്. നോർമൽ ഒരു ബാഗാണ്. ഞാൻ ഞാൻ ZV-E10 വാങ്ങിച്ചപ്പോഴും ഈ സെയിം ബാഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു. വലിയ കാര്യമൊന്നുമില്ല ഇത്. അപ്പോൾ ഇത് സീൽഡാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഞാൻ അതിന് മുമ്പ് ഇതൊക്കെ കാണിച്ചു തരാം. April 2025 മാനുഫാക്ചർ ചെയ്താൽ കണ്ടോ. ഇപ്പോൾ പുതിയ സാധനമാണ്. അതാണ് പറഞ്ഞത്, അത് ലേറ്റസ്റ്റ് മോഡലാണെന്ന് പറയുന്നത്. ഇത് 6400 K എന്ന് പറഞ്ഞ മോഡലാണോ നോക്കണ്ട. അതാണ് ലേറ്റസ്റ്റ് മോഡൽ കേട്ടോ. പിന്നെ MRP കൊടുത്തിരിക്കുന്നത് 91,000 ആണ്. മെയ്ഡ് ഇൻ തായ്ലൻഡാണ്. അപ്പോൾ നമുക്കിത് 3 കൊല്ലം വാറണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഓപ്പൺ ചെയ്യാം. കട്ട് ചെയ്യേണ്ട, നമുക്കിത് എന്തായാലും ഇങ്ങനത്തെ സീല ഇത് നമ്മുടെ മറ്റേ മാർക്കിങ് വരുന്ന സീല. അത് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് പിന്നെ ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അവിടെ ആ സീല എന്തായാലും ഉണ്ടായിരിക്കും. അങ്ങനത്തെ ഒരു സീല കണ്ടോ. അപ്പോൾ ഞാൻ അത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും തുറക്കാം. ഇത് വെതർ സീലിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു മോഡലാണ് കേട്ടോ. കുറേ പേരൊക്കെ അറിയണ്ടായിരിക്കും. 6300 ഉണ്ടാകുന്നില്ല. 6400 തൊട്ടാണ് അവർ വെതർ സീലിംഗ് കാര്യങ്ങളൊക്കെ തുടങ്ങിയിരുന്നത്. അപ്പോൾ 2+1 ഇയർ വാറണ്ടിയുടെ രജിസ്ട്രേഷൻ്റെ സംഭവം പേപ്പറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ സോണിയുടെ ഇത് നമ്മുടെ ഇതെന്താ സംഭവം, രജിസ്റ്റർ എക്സ്ക്ലൂസീവ് ആൽഫ മെമ്പർ ആവാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് അവർ. അപ്പോൾ അതിൻ്റെ ഒരു ബുക്ക്ലെറ്റ് വരുന്നുണ്ട്. പിന്നെ ഇത് വാറണ്ടിയാണ്, 2 ഇയർ വാറണ്ടിയുടെ പേപ്പറാണ്. നമ്മളിത് ഓൺലൈൻ ആമസോൺ വാങ്ങിച്ചതുകൊണ്ട് തന്നെ ഇതിൽ സീലിംഗ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ പോയി രജിസ്റ്റർ ചെയ്താൽ മതിയിട്ട്, വേറെ സെപ്പറേറ്റ് പ്രോബ്ലം ഒന്നുമില്ല. ഇതതിൻ്റെ ബുക്ക്ലെറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. 2-3 ബുക്ക്ലെറ്റ്സുകളുണ്ട്. പിന്നെന്താ അക്സസറീസിൻ്റെ എന്തോ സംഭവങ്ങളുണ്ട്. ലെൻസ് സബ്ജക്ട്സ്, പിന്നെ വേറെ എന്തൊക്കെയോ കുറേ പേപ്പേഴ്സുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അടുത്ത പേജിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറി കാർഡ് ഇരിക്കുന്നുണ്ട്, ഞാൻ മറന്നു. മെമ്മറി കാർഡേ വരൂ. ഇതാ സെയിം മെമ്മറി കാർഡ് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ സെയിം സാധനം തന്നെയാണ്. അയ്യോ എനിക്കാണ് മെമ്മറി കാർഡ് ഇങ്ങോട്ട് പോകുന്നു. അതവിടെ ഇരിക്കട്ടെ. ഈ സെയിം മെമ്മറി കാർഡ് തന്നെ എനിക്ക് ZV-E10 കൂടെയും കിട്ടിക്കുന്നത്. ഞാൻ നേരത്തെ കാണിച്ചെന്നില്ലേ, അതേ സെയിം സാധനം തന്നെയാണ് കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ചിരുന്നതായിരിക്കും കണ്ടോ. ഇത് പഴയത്, ഇത് പുതിയത്. അത് 64 GB തന്നെയാണ്. സെയിം സാധനം. സെയിം അല്ലാണ്ട് അതിൽ ഇത് ഒരു ഡൗൺലോഡാണ് ചെയ്തേക്കുന്നത്. ഇതിൽ നമുക്ക് നമ്മുടെ റൈറ്റ് സ്പീഡ് 70 ഉണ്ടായിരുന്നു. ഇത് ഒരു 45 ആക്കി കുറച്ചിട്ടുണ്ട്. അതൊന്ന് മറ്റോടത്തെ പരിപാടിയാണ്. ബാക്കിയൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. വേർഷൻ V3010 ആണ് തെറിയവിനെ വരുന്നത്. അത് കുറച്ചാവോ പറയുമ്പോൾ ഇത് പുതിയ മോഡലാണ് കണ്ടോ. ഇത് സെക്കൻഡ് എഡിഷൻ ഫസ്റ്റാണ്. എന്ത് സംഭവമാണോ. അപ്പോൾ എന്തായാലും ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ചാർജറിൻ്റെ കേബിൾ വരുന്നുണ്ട്. പിന്നെ ആൽഫയുടെ ഒരു ബ്രാൻഡിങ് ഉള്ള ഇത് ആക്ച്വലി ZV-E10 ഇതിനായിട്ടും ഒരു തിന്നായിട്ട് സംഭവമായിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് നല്ലൊരു സ്ട്രാപ്പാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട സ്ട്രാപ്പാണ് സോണിയുടെ ആൽഫൻ്റെ. പിന്നെ നമുക്ക് എന്താ ഉള്ളത്, പിന്നെ നമുക്ക് ഇവിടെ ഒരു ഇത് നിങ്ങൾക്ക് അറിയായിരിക്കും. ഇത് Type A to micro USB ആണ് കേട്ടോ. Type C വന്നിട്ടില്ല ഇതിൽ.
അവർ പുതിയ മോഡൽ ഇറക്കിയപ്പോഴും ടൈപ്പ് സി അവർ കൊടുത്തിട്ടില്ല കേട്ടോ. അത് ഒരു പോരായ്മയായിട്ട് തോന്നി. നമ്മുടെ Z8 കാര്യം പറയുകയാണെങ്കിൽ ഇത് ടൈപ്പ് സി ആണ്, ടൈപ്പ് സി ചാർജിങ് ആണ് വരുന്നത്. പക്ഷേ ചാർജിങ് സംഭവമൊക്കെ ഇതുകൊണ്ടും ചെയ്യാം. അപ്പോൾ ഈ കേബിൾ നമുക്ക് വേണ്ടി വരും കേട്ടോ, ടൈപ്പ് സി അല്ലാത്തത് കൊണ്ട് തന്നെ. പിന്നെ ഇതെന്താ, ഇത് നമുക്ക് ബാറ്ററീൻ്റെ കണക്ഷനുള്ള അത് സെയിം നമ്മുടെ Z8 ഉണ്ട്. ഇത് കണ്ടിട്ട് വേണം അതിൽ ചാർജ് ചെയ്യാമെന്നാണ് അവർ പറയുന്നത്. നമ്മൾ നോർമലായിട്ട് ഉപയോഗിക്കാറുള്ളൂ. ഇതെന്താ, അത് ബാറ്ററിയാണ് കേട്ടോ. അത് സെയിം ആണ്, Z8 ബാറ്ററി തന്നെ ആയിരിക്കും. നമ്മുടെ FW50 ഈ സെയിം ബാറ്ററി തന്നെയാണ് നമ്മുടെ Z8 ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി എന്താ ഉള്ളത്, ഇനിയിപ്പോൾ ഇതിൻ്റെ നമ്മുടെ വ്യൂ ഫൈൻഡറിൻ്റെ ഇതിൽ വ്യൂ ഫൈൻഡർ ഉണ്ട് നിങ്ങൾക്ക് അറിയിരിക്കും. Z8 വ്യൂ ഫൈൻഡർ ഇല്ല. അപ്പോൾ വ്യൂ ഫൈൻഡറിൻ്റെ ആ ക്യാപ്പ് സെപ്പറേറ്റ് ഒരു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മുടെ മെയിൻ ക്യാമറ, വേറെ സംഭവങ്ങളൊന്നും ഇല്ലല്ലോ കേട്ടോ. അപ്പോൾ ഇതാണ് മെയിൻ ക്യാമറ. അതൊരു ക്ലോത്താണ് കേട്ടോ, അതൊരു ക്ലോത്താണ്, പേപ്പറല്ല, ക്ലോത്താണ്. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറ ബോഡി വന്നു. ഇത് Z8 ലൈറ്റാണോ? Z8 ലൈറ്റാണ് കേട്ടോ. പറയുമ്പോൾ ഇതും പ്ലാസ്റ്റിക് ആണ്, ഇത് അലുമിനിയം അലോയാണ്. എന്നിട്ട് ഇതാണല്ലോ വെയിറ്റ് കുറവ്. അതെന്തൊരു സൗണ്ടിനുള്ളിൽ ബാറ്ററീൻ്റെ ഉള്ളിൽ അവർ ഇതിട്ട് ചെയ്യുന്നുണ്ട്, ഫംഗസ് വരാണ്ടിരിക്കാൻ. ഇത് ബിൽഡ് ക്വാളിറ്റി രക്ഷയില്ല കേട്ടോ. അല്ലല്ലോ, ഇതെന്തിട്ട് കിലകം വരണത്? ഇത് ഞാൻ അത് ഈ സാധനം തന്നെയാണ് ഞാൻ വിചാരിച്ചത്. ഇതിൽ മറ്റേ OS ഒന്നും അതേപോലെ സ്റ്റെബിലൈസേഷനൊന്നും ഇല്ല. പിന്നെ ഇവിടെ ഇത് ഈ സാധനം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം. ഒരു രക്ഷയില്ലാത്ത ബിൽഡ് ക്വാളിറ്റിയുടെ. സോണി നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സോണിയുടെ ക്യാമറാസ് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, ചെറുതാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഗുണങ്ങളുണ്ട്. അപ്പോൾ അതാണ് ഞാൻ മെയിനായിട്ട് സോണിലേക്ക് പോയത്. ഞാൻ ആദ്യം ഫിജിഫിലിമിൻ്റെ ഞാനൊരു ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ടാണ് ഈ സാധനം എടുത്തത്. എന്ന് വെച്ചാൽ ഇതിലെനിക്ക് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഫ്ലാഷ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ സാധനം ഫ്ലാഷ് ഇല്ലാത്തത് കൊണ്ടും അതുപോലെ തന്നെ വ്യൂ ഫൈൻഡർ ഇല്ലാത്തത് കൊണ്ടും പറ്റില്ല. എൻ്റെ കയ്യിൽ ആക്ച്വലി കാനോണിൻ്റെ ഒരു ക്യാമറ ഉണ്ട്. എനിക്ക് ഗാഡ്ജറ്റ് കുറച്ച് ബ്രാൻഡ് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കുറച്ച് ഉണ്ട്. ഇതാണ് ഇവിടെ കാനോണിൻ്റെ R50 ആണ്. അതിൻ്റെ ഭാഗമായിട്ട് വാങ്ങിക്കണമെന്നാണ്. അല്ലാണ്ട് യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ട് അത് കുറേ പേരെ ഞാൻ അങ്ങനെ തെറ്റിയിരിക്കണ്ട. യൂട്യൂബിൽ നിന്ന് കാശ് കിട്ടിയിട്ട് വാങ്ങിക്കുന്നതല്ല. യൂട്യൂബിൽ കാശ് കിട്ടണമെങ്കിൽ നിങ്ങൾ വല്ല ഫാമിലി വ്ലോഗോ പെണ്ണുങ്ങളെ കാണിച്ചിട്ട് വല്ല ചെയ്യണം, എന്നാലൊക്കെ പൈസ കിട്ടും. അല്ലാണ്ട് കാര്യമൊന്നുമില്ല. ഇങ്ങനത്തെ എന്താ പറയുക, ടെക്കോ ഇൻഫർമേഷൻ ഷെയറിംഗ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പർപ്പസ് ആയിട്ടുള്ളതൊന്നും ആൾക്കാർക്കൊന്നും വേണ്ട. അപ്പോൾ അങ്ങനത്തെ പരിപാടിക്ക് നിങ്ങൾ ഈ കാശ് മുടക്കിയിട്ട് പോകാൻ നിൽക്കാണ്ടിരിക്കുന്നത് നല്ലത് കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് എനിക്ക് തോന്നുന്നില്ല വലിയ കാര്യമൊന്നുമില്ല എന്ന് വെച്ചാൽ ഞാനിതൊക്കെ സൈഡ് പരിപാടിയായിട്ടും അല്ലെങ്കിൽ ഒരു നോർമലി ഞാൻ മെയിനായിട്ട് ഫിനാൻസാണ് ചെയ്യാറ്. അപ്പോൾ അതും നമ്മളൊരു എഡ്യൂക്കേഷൻ പർപ്പസ് ആയിട്ട് നമ്മളെല്ലാത്തിലും ഫിനാൻസിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസ് നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിലും കാണുക എന്താ പറയുക, എല്ലാ കമൻസിനൊന്നും റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുന്നവർക്കും റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രീ ആയിട്ട് എല്ലാ സംഭവങ്ങളും ചെയ്യുന്നുണ്ട്. വെച്ചാൽ നമ്മൾ ഇത് നമ്മുടെ മെയിൻ പരിപാടിയൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ എന്നിട്ട് പോലും നമ്മൾ സമയം ഉണ്ടാക്കിയിട്ടെല്ലാം 24 ഹവറിനുള്ളിൽ തന്നെ എല്ലാ റിപ്ലൈയും കാരണം കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഓർത്ത്. അപ്പോൾ നമ്മുടെ 2 മെയിൻ ചാനൽസ് കാണാതെ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്കൊന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ എല്ലാ കമൻറ്റ് റിപ്ലൈ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ 3ാമത്തെ ചാനൽ കാണാതെ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്കൊന്ന് ഷെയർ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫോളോ അടിച്ചാൽ മതി. മറക്കണ്ട, ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് ക്യാമറ. നിങ്ങൾക്ക് എന്തായാലും ഒരു സൂം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ 6477 ഇത് കൊടുത്തിട്ടുണ്ട്, 4K കൊടുത്തിട്ടുണ്ട്. ഇത് ഫ്ലാഷാണ്. ഇത് നമ്മുടെ അവരുടെ സ്ഥിരം ഡയൽ, ഇതൊരു എക്സ്ട്രാ ഡയൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഓൺ ഓഫ് ബട്ടൺ C1 മോഡൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ Z8 കമ്പയർ ചെയ്ത് കാണിച്ചു തരാം. പക്ഷേ ഈ സാധനത്തിന് ബാറ്ററി ഇട്ടിട്ടില്ല. അപ്പോൾ ബാറ്ററി ഇടുമ്പോൾ ചെറുതായിട്ട് വേണമെങ്കിൽ ഒരു വരുമായിരിക്കും വെയിറ്റ്. അപ്പോൾ ഇതാണ് Z8 ഉണ്ടോ. ഒരു റെക്കോർഡിംഗ് ബട്ടണൊക്കെ അതിൻ്റെ ഇവിടെയാണ് ഉണ്ടോ, ഈ സൈഡില്ല. അതൊക്കെ ചെറിയൊരു ഡിഫറൻസാണ് നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ അറിയണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ സെയിം ബാറ്ററി തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ബാറ്ററി ഇടാം. ബാറ്ററി നമ്മളിട്ടു, സെയിമാണ്. അതുപോലെ തന്നെ മെമ്മറി കാർഡ് ഇടാം. പാക്കേജിങ് ഒക്കെ നല്ല ക്ലീൻ പാക്കേജിങ് ആണ് കേട്ടോ, ഇഷ്ടപ്പെട്ടു എനിക്ക്. സിമ്പിൾ എന്താ പറയുക, ഇതാണ് എന്താ പറയുക, ഭയങ്കര ലിമിറ്റായിട്ടുള്ള ഒരു കുട്ടി പാക്കേജിങ് ആണ്. ഞാൻ പറഞ്ഞല്ലോ ഫിജിഫിലിമിൻ്റെ നമ്മുടെ XM5 എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്. പക്ഷേ 90,000 റുപ്പീസാണ്. പക്ഷേ അതിൽ നമുക്ക് ഞാൻ അത് ഓൾമോസ്റ്റ് എടുത്തതാണ്. പക്ഷേ അത് പിന്നെ വേണ്ടാന്ന് വെച്ചാണ്. 88,000 രൂപയാണ് സാധനത്തിന്. പക്ഷേ നമുക്കതിൽ വ്യൂ ഫൈൻഡറോ എന്താ പറയുക ഫ്ലാഷോ പറയുമ്പോൾ പിന്നെ അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ഒക്കെ ഭയങ്കര മോശമാണ്. ഞാൻ എടുത്ത് നോക്കിയപ്പോൾ റിയലായിട്ട് പോയി നോക്കി, ഫിജിഫിലിമിൻ്റെ സെൻറ്ററിൽ പോയി നോക്കിയപ്പോൾ എനിക്ക് ഈ സാധനം ഒരു ടോയ് പോലെ തോന്നി. അതുകൊണ്ട് പിന്നെ അത് ക്യാൻസൽ ചെയ്താണ് കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഓൾറെഡി വേറെ സോണി ഉണ്ട്. അപ്പോൾ നമുക്ക് ലെൻസ് സെപ്പറേറ്റ് അങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ അതങ്ങനെയാണ് ഞാൻ സോൺ എടുക്കാൻ മെയിൻ കാരണം കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ 6400 എടുക്കാൻ കാരണം. നിങ്ങൾക്ക് 2027 ഈ സാധനം കണ്ണും പൂട്ടിയെടുക്കാം, ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വ്യൂ ഫൈൻഡറിൻ്റെ ഈ സാധനം അവിടെ വെക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ആയിരിക്കും. വെറുതെ അങ്ങനെ പുഷ് ചെയ്ത് കൊടുത്താൽ മതി, വേറെ സംഭവമൊന്നുമില്ല. കേട്ടോ, ഇത്രേ ഉള്ളൂ കേട്ടോ കാര്യം. ഈ ഫ്രണ്ടിലാണ് പുഷ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഇട്ടു. അപ്പോൾ എന്തായാലും ഇനീഷ്യൽ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ലെൻസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ
നമ്മുടെ ZV-10 വേർഷൻ 1 വരുന്ന ലെൻസിൻ്റെ ഡിഫറൻസ് ഞാൻ കാണിച്ചാൽ കണ്ടു. ഇതിൽ നമുക്കിത് വേർഷൻ OSS 2 കണ്ടു. ഇതിൽ വരുമ്പോൾ ഉണ്ട് OSS 1 അത്. അപ്പോൾ അതാണ് ഇത് അപ്ഗ്രേഡഡ് വേർഷൻ ആണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് എന്തായാലും ഓൺ ചെയ്യാം. അപ്പോൾ ഓൺ ബട്ടൺ എവിടെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത സാധനം ഓണായി. പവർ സൂം മോഡലാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ബാറ്ററി ഉണ്ടാവുമെന്ന ഒരു സംശയം എനിക്കുണ്ട്. ബാറ്ററി ഇല്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ബാറ്ററി ഉണ്ടാകുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഒറിജിനൽ ബാറ്ററി. അപ്പോൾ ഞാൻ എൻ്റെ ZV-10 ബാറ്ററി എടുത്തിട്ടതാണ്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് സെറ്റപ്പ് കാണാനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുള്ളി ടച്ച് സ്ക്രീൻ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ZV-10 ടച്ച് സ്ക്രീൻ അല്ല കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഫോക്കസ് ചെയ്യാൻ മാത്രമേ ടച്ച് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് കൊടുത്തു. എൻ്റർ ഏരിയ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്ത്യ ആണല്ലോ. ഇന്ത്യയുടെ പോയി ന്യൂഡൽഹി ഒന്ന് പോയുള്ളൂ, കൊൽക്കത്ത. അപ്പോൾ നമുക്കിതിൽ ഡേ ലൈറ്റ് സേവിങ്സ് ചോദിക്കുന്നുണ്ട്. ഡേ ലൈറ്റ് സേവിങ്സ് നമുക്ക് ഓൺ കൊടുക്കാം. ടൈം നമുക്കിപ്പോൾ സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആക്ച്വലി ഓൾമോസ്റ്റ് ഇപ്പോൾ എത്ര മണി 3 മണി ആയിട്ടുണ്ട്. 3:15 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 3:15 സെറ്റ് ചെയ്യാണ്. ഇത് ഡേറ്റാണ്. ഇപ്പം നമ്മൾ ജൂലൈ അല്ലേ, 2 ജൂലൈ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇയർ തെറ്റിയിട്ട് 2025. അപ്പോൾ സമയം ഇപ്പോൾ 3 മണി 3:15 ആയിട്ടുണ്ട്. 3:15. ഇതിനിപ്പോൾ 24 അവർ ടൈമിലാണ് ആവും. അതെ, 3 മണി എന്ന് പറയുമ്പോൾ 15 അല്ലേ. അപ്പോൾ ഓക്കെ കൊടുത്തു. എൻ്റർ കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് മെമ്മറീസ്, പ്ലേ മെമ്മറി, മൊബൈൽസ് എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. go to sony.net.pmx ആണിട്ട്. അത് നമുക്ക് ഓക്കെ കൊടുക്കാം. അപ്പോൾ പ്രിപ്പയറിങ് ഇമേജ് ഡാറ്റാബേസ് ഫയൽ പ്ലീസ് വെയിറ്റ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാധനം സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇതാ സാധനം ഓൺ ആയിട്ടുണ്ട് കണ്ടു. അപ്പോൾ ഇതിൻ്റെ നിങ്ങൾക്ക് സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇതിൽ നമ്മുടെ പവർ സൂം മോഡലാണ് അതിൽ വരുന്നത്. മറ്റേൽ നമുക്കിതിൽ ഇങ്ങനെ ഒരു സൂം ഓപ്ഷൻ ഉണ്ടാകുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഇവിടെ സൂം ഓപ്ഷൻ ഇല്ല. ഉണ്ട് ഇതിൽ സൂം ഓപ്ഷൻ ഇല്ല. എൻ്റെ ZV-10 നമുക്ക് ഇവിടെ ഒരു സൂം ബട്ടൺ ഉണ്ട്. ഇതിൽ നമുക്ക് ഇവിടെ മാത്രമേ ഉള്ളൂ സൂം ബട്ടൺ. കണ്ടോ, ഇത് പവർ സൂമാണ്. കണ്ടോ ഉണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ ഫ്ലാഷാണ് കേട്ടോ. അത് കണ്ടോ, ഇതാണ് ഫ്ലാഷ് വരുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ ഫോട്ടോസ് എടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോസ് ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ നിങ്ങൾ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഫോട്ടോ ഞാൻ നമ്മുടെ ZV-10 സൂം ഫോട്ടോസും അതുപോലെ തന്നെ ഫ്ലാഷ് ഇട്ട ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ബിൽഡ് ക്വാളിറ്റി ടോപ്പ് നോച്ച് ആണ്. ഭയങ്കര ലൈറ്റാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സെപ്പറേറ്റ് കൂടെ സ്വിച്ച് ഉണ്ട്. കണ്ടോ, ഓട്ടോ ഫോക്കസ് മാനുവൽ ഫോക്കസ് ആക്കാനുള്ള സ്വിച്ച് ഉണ്ട്. അപ്പോൾ ഇത് കണ്ടോ, അത് മാറ്റാനുള്ള സ്വിച്ച് ഉണ്ട്. പിന്നെ മെനു ബട്ടൺ ഉണ്ട്. മെനു നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മുടെ സോണിയുടെ മെനു നിങ്ങൾക്ക് അറിയാവുന്ന ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം. JBS ക്വാളിറ്റി നമുക്ക് എക്സ്ട്രാ ഫൈൻ കൊടുക്കാം. ഞാനിപ്പോൾ ഫൈൻ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമുക്ക് എക്സ്ട്രാ ഫൈൻ ആക്കി മാറ്റാൻ വേണമെങ്കിൽ ആസ്പെക്ട് റേഷ്യോ നമുക്ക് വേണമെങ്കിൽ 16:9 ആക്കാം. പിന്നെ എന്താ പറയുക, ലോങ് എക്സ്പ്ലോഷർ, ക്വാളിറ്റി സാധനങ്ങളൊക്കെയാണ്. പിന്നെ ഡ്രൈവ് മോഡ് സിംഗിൾ ഷൂട്ടിംഗ് ആണോ, സിംഗിൾ ഷൂട്ടിംഗ് മോഡ് വേണോ, അതുപോലെ തന്നെ മെമ്മറിയുടെ ഇത്, പിന്നെ കുറേ സംഭവങ്ങളുണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും. അത് കുറേ പരിപാടികളുണ്ട്. ഇതെല്ലാം കാണിച്ചു തരാനൊന്നും പറ്റില്ല. സ്മാർട്ട് ഫോൺ കണക്ഷൻ കാണാനൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഓൾറെഡി എൻ്റെ ആപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് JPI ക്വാളിറ്റി. ആ സംഭവമൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്ലാഷാണ്. ഇത് നിങ്ങൾക്ക് ഇലക്ട്രോണിക് V5 ആണ് കണ്ടു. ഇവിടെ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ അവിടെ ഓട്ടോമാറ്റിക്കലി ഡിസ്പ്ലേ പോകും. പിന്നെ ഇത് ഡിസ്പ്ലേ ആർട്ടിക്കുലേറ്റിംഗ് അല്ല കേട്ടോ. ഇങ്ങനത്തെ ഡിസ്പ്ലേ ആണ് കണ്ടു. ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ മുകളിലേക്ക് ആക്കാൻ പറ്റും. ഇത് ഫുള്ള് കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് മുകളിലേക്ക് ആക്കിയിട്ട് വെക്കാം. ഇതങ്ങനെ കാണാൻ കണ്ടു. അങ്ങനെയാണ് നമുക്ക് മറ്റേ സോണിയുടെ പോലെ തന്നെ ഫുള്ളി നമുക്ക് തിരിയുന്ന ഡിസ്പ്ലേ അല്ല കേട്ടോ. അപ്പോൾ ഇത് പിന്നെ നമുക്ക് റൊട്ടേറ്റിംഗ് ഈ ജോയ്സ്റ്റിക്ക് പോലെ സാധനം നിങ്ങൾ ഓൾറെഡി ഇതിലൊക്കെ കണ്ടുണ്ടായിരിക്കുന്ന സംഭവം തന്നെയാണ് കേട്ടോ. സെയിം പരിപാടികളൊക്കെ തന്നെയാണ്. പക്ഷേ കുറച്ച് എക്സ്ട്രാ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു ടെമ്പർ ഗ്ലാസും ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതും നമുക്കിപ്പോൾ അപ്ലൈ ചെയ്യണം കണ്ടു. ടെമ്പർ ഗ്ലാസ് ഞാൻ ആമസോണിൽ തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് റെക്കോർഡിംഗ് ബട്ടൺ ഇവിടെ വരുന്നത്. പിന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺ, പിന്നെ Z1 ബട്ടൺ നമുക്കത് എന്താ പറയുക, നമ്മുടെ ഫോക്കസ് ഒന്നെങ്കിൽ നമുക്കത് സെറ്റ് ചെയ്യാം. ആ Z1 ബട്ടൺ നമുക്ക് ആക്ച്വലി ZV-10 ഉണ്ട്. നിങ്ങൾക്ക് കൂടെ കാണാൻ കണ്ടു. ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആക്കാനൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഫംഗ്ഷൻ ബട്ടൺ വരുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മളെടുത്ത ഫോട്ടോസ് കാണാനുള്ളത്. അപ്പോൾ ഞാൻ എടുത്ത ഫോട്ടോസ് കാണാം. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇത് കണ്ടിട്ടുണ്ടായിരിക്കും. പിന്നെ ഡിലീറ്റ് ബട്ടണും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വേറെ സംഭവങ്ങളൊന്നും ഇല്ല ഇപ്പോൾ ഇതിൽ. ഇപ്പോൾ നമുക്ക് പിന്നെ മോഡുകളുണ്ട്. ഞാൻ പറയുമ്പോൾ പ്രോഗ്രാം മോഡാണ്. ഞാൻ നോർമലി ഓട്ടോ മോഡിലൊക്കെ ഇട്ടാണ് സാധാരണ എടുക്കാറ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാനുവൽ മോഡിലിട്ട് കുറേ സംഭവങ്ങളൊക്കെ ചെയ്യാം. പെട്ടെന്ന് കാണാനൊക്കെ എടുക്കുന്നതുകൊണ്ട് ഞാൻ നോർമലി ഓട്ടോ മോഡിൽ എടുക്കാറ് കേട്ടോ. അപ്പോൾ ഇതാണ് ഓട്ടോ മോഡ്. പിന്നെ നമുക്ക് ഇതിലാണെങ്കിൽ ഈ ഡയലൊന്നും ഉണ്ടായിരുന്നില്ല കണ്ടോ. ഇതിൽ ജസ്റ്റ് നമുക്ക് ഈ ഒരു വീഡിയോ, ഓഡിയോ,
അങ്ങനെ ഇതാക്കാനുള്ളൊരു സ്വിച്ച് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അത് കുറച്ച് ഇതിൽ വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ ഇതിൽ വീഡിയോ നമുക്ക് ഇവിടെ ഇറക്കണുണ്ടോ. അപ്പോൾ അങ്ങനെയാണ് ഡിഫറൻസും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് വേറെ പറയാനുള്ളത് പിന്നെ നമുക്ക് പോർട്സുകളുടെ കാര്യം പറയാം. ഇവിടെ നമുക്കൊരു നമുക്കൊരു HDMI മിനി HDMI പോർട്ട് ഉണ്ട്. പിന്നെ നമുക്ക് ചാർജിങ് USB പോർട്ട് ഉണ്ട്. പിന്നെ മൈക്ക് ഇൻപുട്ട് ഔട്ട്പുട്ടും പോർട്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ സൈഡിലൊന്നുമില്ല, NFC-യുടെ ഒരു സിമ്പിൾ വരുന്നുണ്ട്. പിന്നെ താഴെയായിട്ട് നമുക്ക് എന്താ പറയുക ട്രൈപോഡ് കണക്ട് ചെയ്യാനുള്ള ഒരു സംഭവം വരുന്നുണ്ട്. പിന്നെ വേറെ സംഭവമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ലെൻസ് ആക്ച്വലി നമ്മളെ സെക്കൻഡ് ജനറേഷൻ വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡിഫറൻസ് ഉണ്ട്. ഇത് ആക്ച്വലി മാറ്റ് ഫിനിഷാണ്. മറ്റേ കണ്ടു ഒരു ഗ്ലോസി ഫിനിഷായിരുന്നു. പിന്നെ കുറച്ച് അതിൻ്റെ ഡയൽ വലുതായ പോലെ ഉണ്ട് കേട്ടോ. അതാണ് നമുക്ക് ഡിഫറൻസ് മെയിനായിട്ട് തോന്നിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ സോണിയുടെ A6400K എന്ന് പറഞ്ഞ മോഡലിൻ്റെ എന്താ പറയുക അൺബോക്സിങ് ആണുള്ളൊക്കെ ആമസോണിൽ വാങ്ങിക്കാം. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാത്ത ഒരു പ്രോബ്ലം ഇല്ല. അതുപോലെ തന്നെ A6400 2024 വാലിഡ് ആണോ വാങ്ങിച്ചാൽ കാര്യമുണ്ടോ, 67 എന്താ പറയുക 6700 തന്നെ വാങ്ങിക്കണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. സുഖമായിട്ട് ഈ സാധനം ഈസിലി വാങ്ങിക്കാം. ആകെ പ്രോബ്ലം എന്താ വെച്ചാൽ നമുക്ക് ഈ സ്ക്രീനിൻ്റെ നിങ്ങൾക്കിപ്പോൾ വീഡിയോ പർപ്പസിനൊക്കെ ആണെങ്കിൽ ഇത് മുകളിലൊക്കെ ആക്കിയിട്ട് എടുക്കണം എന്ന് മാത്രമുള്ള ഒരു ഇഷ്യൂ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ഞാൻ ഓൾറെഡി ZV-8 ഉപയോഗിക്കുന്നത് ഇതുകൊണ്ട് തന്നെ. പക്ഷേ എനിക്ക് വലിയ കമ്പാരിറ്റീവ്ലി ഡിഫറൻസും കാണാൻ തോന്നിയില്ല കേട്ടോ. ഫോട്ടോഗ്രാഫിക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടിയെടുക്കാം. ZV-8 പോകണ്ട, ഈ സാധനം എടുത്താൽ മതി. ZV-8 വീഡിയോഗ്രാഫിക്ക് ആണെങ്കിൽ മാത്രമേ നിങ്ങൾ ZV-8 പോയാൽ മതി. അല്ലാത്ത പക്ഷം A6400 തന്നെ പോയാൽ മതി. എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഈക്വലാണ്. പക്ഷേ ഇതിനാണ് കുറച്ചുകൂടി പ്രൈസ് കൂടുതൽ അതിനായിട്ടും. പക്ഷേ ഒരു ഹൈബ്രിഡ് ക്യാമറ എന്നൊരു രൂപത്തിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇത് നിങ്ങൾക്ക് അറിയാം ZV എന്ന് പറഞ്ഞാൽ സീരീസ് അവർ ആക്ച്വലി കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ ഉന്നമിച്ചിട്ടാണ് ഇറക്കിയെന്ന് തോന്നി. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് അതിലുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ആ ഫോട്ടോഗ്രാഫിയുടെ കുറച്ചൊക്കെ ഡൗൺഗ്രേഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ലാത്ത പക്ഷം ഇത് കണ്ണും പൊട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ തംസപ്പ് സോണിയുടെ ആൽഫ ബ്രാൻഡിങ് അല്ലൊക്കെ നിങ്ങൾക്ക് അറിയിക്കും. ഇതൊക്കെ ഫ്രണ്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡിഫറൻസും അറിയില്ല. ഓൾമോസ്റ്റ് സിമിലർ ആണ് കണ്ടോ. ബിൽഡ് ക്വാളിറ്റി മാത്രം നിങ്ങൾക്ക് ആ ഒരു മെറ്റലിൻ്റെയും പ്ലാസ്റ്റിക്കിൻ്റെയും ഒരു ഗ്ലോസിനെഷൻ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. ഇതിലാകുമ്പോൾ നമ്മുടെ 6400 ആകുമ്പോൾ തനി ഒരു മാറ്റ് ഫിനിഷാണ്. ഇതിൽ നമുക്ക് ഗ്ലോസി, അത് പ്ലാസ്റ്റിക് ആയതുകൊണ്ടാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെയും ബിൽഡ് ക്വാളിറ്റി കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ. ബിൽഡ് ക്വാളിറ്റി നിങ്ങൾ പ്ലാസ്റ്റിക് ആണെന്ന് വിചാരിച്ചിട്ട് പൊട്ടാമെന്ന് വിചാരിക്കണ്ട. A6100-നെക്കാട്ടും അതുപോലെ തന്നെ 6000 സീരീസിനെക്കാട്ടൊക്കെ ബിൽഡ് ക്വാളിറ്റി നമ്മുടെ ZV-8 വരുന്നുണ്ട് കേട്ടോ. അത് നോക്കിയിട്ട് മാത്രം 61,000 എടുത്താൽ മതി. 61,000 ഇപ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഈ പ്രൈസിൽ തന്നെ കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് സോണിയുടെ 6100 കിട്ടും, 6400 കിട്ടും, 6600 കിട്ടും, 6700 കിട്ടും. ഈ 4 മോഡൽ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. 62-ഉം 63-യും ഒക്കെ ഡിസ്കൗണ്ടിന് വേണം. അപ്പോൾ അതൊന്നും വാങ്ങിക്കാൻ പോരുത്. അതിനായിട്ടൊക്കെ പുതിയതാണ്. ഇത് 2019 ആദ്യമായിട്ട് 6400 ലോഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ZV-8 ആകുമ്പോൾ 2000 ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതാണ് ഡിഫറൻസ് വരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.